ആദ്യം തന്നെ വണ്ടി എടുത്തപ്പോ ആദ്യം കാട്ടിനപ്പോ ഒരു മരത്തേലും കയറ്റി ശുഭം ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന് കാര്യമായിട്ടാണ് ചോദിക്കുന്നത്. ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന് പറയാ. വണ്ടി ഓടിച്ചോണ്ട് വന്നപ്പോ എന്തായിരുന്നു അഹങ്കാരം? ഇപ്പൊ എന്തായി? എങ്ങനെ എന്തോ എണീക്കണത്. എടാ കോപ്പന്മാരെ, നിന്നോടൊക്കെ എത്ര വട്ടം ഞാൻ ചോദിച്ചടാ ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന്. എടാ ഇതിന്റെ ബ്രേക്ക് എവിടെയെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ചോദിച്ചത്. കാലന്മാരെ. ഹായ് ഗൈസ്, വെൽക്കം ടു ഡെന്നിൽ മേക്കർ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്തുള്ള ഒരു കോളേജിൽ കുറച്ച് പിള്ളേർ കൂടിയിട്ട് ഒരു വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വണ്ടി എന്ന് പറഞ്ഞാൽ സാധാ ഒരു വണ്ടി അല്ലതാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ എറണാകുളം പോകാൻ പോകണം. പിന്നെ നമ്മുടെ സ്റ്റുഡിയോയിലാണ് ഉള്ളത്. നമ്മൾ എറണാകുളം പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണണം. സൂപ്പർ വീഡിയോ ആയിരിക്കും. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് അവരെ കാണുന്നത് കേട്ടോ. അങ്ങനെ കണ്ടിട്ടാണ് ഞാനിപ്പോൾ അവരുടെ അടുത്തേക്ക് പോകാൻ പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. അല്ല ബ്രോ, അപ്പൊ ഇത് എന്താ സംഭവത്തിനെ പറ്റിയിട്ടൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരൂ. ഇത് ആക്ച്വലി ഒരു കോഡ് ബൈക്ക് ആണ്. ഇപ്പൊ കോഡ് ബൈക്ക് എന്നുള്ള ഡിസൈനിലിരിക്കണം. ഇത് നമുക്ക് 3 വീലാക്കാൻ പറ്റും. 3 വീലാക്കാൻ പറ്റൂലേ? കംഫർട്ടബിൾ ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് ഇത് അടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു വീലും കൂടി വരും സെപ്പറേറ്റ്. ആ വീലിട്ട് കഴിഞ്ഞാൽ 3 വീൽ വെഹിക്കിളാവും. അല്ലാത്ത സമയത്ത് നമുക്ക് ഇത് 4 വീൽ വെഹിക്കിളായിട്ട് ഓടിക്കാം. എങ്ങനെയാണെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഓടിക്കാൻ പറ്റൂലേ? ഏത് തറയിലാണെങ്കിൽ ഓടിക്കാം. ആ രീതിയിൽ ഓഫ് റോഡ് ഒക്കെ 3 വീലാണെങ്കിലും ഓഫ് റോഡ് ഓടണ മാതിരിയായിട്ട് ചെയ്യും. ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്കും ഓഫ് റോഡ് എന്ന് പറയുന്ന ഒരു സ്വപ്നം ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ട്രൈക്ക് എന്നുള്ളൊരു കൺവേർട്ട് ചെയ്യുമ്പോഴത്തേന് അവർക്ക് വേറെ ആരെ ആശ്രയിക്കാതെ തന്നെ ഇതുകൊണ്ട് സ്വന്തമായിട്ട് ഓഫ് റോഡ് പോകാം, സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. സുഖമായിട്ട് ഓടിക്കാം. ഇതിന് ഏകദേശം എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട്? ഇതിനൊരു 2.5 ലക്ഷം രൂപയോളം ചിലവ് വന്നിട്ടുണ്ട്. 2.5 ലക്ഷം രൂപ ഇത് മൊത്തമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടല്ലേ? ആദ്യത്തെ വെഹിക്കിൾ ഉണ്ടാക്കാനൊക്കെ ഒരു 1.5 ലക്ഷത്തിന്റെ അടുത്ത് വന്ന്. രണ്ടാമത്തെ ചെയ്തപ്പോൾ രണ്ടാമത് കൺവെർഷനും എല്ലാം ചെയ്ത് വന്നപ്പോൾ ആ റേറ്റ് ആയി. കാര്യം നമ്മൾ എല്ലാ സാധനം ഇമ്പോർട്ടിങ് ആണ്, ഈ മോട്ടേഴ്സും കാര്യം. അതുകൊണ്ടാണ് ഇത്ര റേറ്റ് വന്നത്. നാട്ടിൽ തന്നെ ഇതൊക്കെ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് എല്ലാം കുറയ്ക്കാൻ പറ്റൂലേ? ഇതിപ്പോ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും നിങ്ങൾ? നമ്മള് പേജ് തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, ഡെൽറ്റ കസ്റ്റംസ് എന്നാണ് പറയുന്നത്. കോളേജുകൾക്ക് ഇപ്പം പ്രോജക്റ്റ് ചെയ്യുന്ന അവർക്ക് ഐഡിയാസ് ഉണ്ട്, പക്ഷെ എങ്ങനെ അത് ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും. ഞങ്ങൾ അതുപോലെ ഇപ്പോൾ ഒരു കൊളാബറേഷൻ ചെയ്യാൻ പോകുന്നുണ്ട് വേറെ കോളേജിൽ. അതിപ്പോൾ അതിന്റെ വർക്ക് നടന്നിട്ടിരിക്കുകയാണ്. വേറെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നില്ല. ഡ്രോയിങ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ വർക്ക് തുടങ്ങൂലേ? പിന്നെ ഇതിലെന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താണ് ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ? മെറ്റീരിയൽസ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ വെൽഡ് ചെയ്തിരിക്കുന്നത് GI പൈപ്പ് വെച്ചാണ്. GI പൈപ്പിൻ്റെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള അളവുകളിലെടുത്ത് വെൽഡ് ചെയ്ത് ഒരു വർക്ക്ഷോപ്പിലെ ഒരു ഇൻസ്ട്രക്ടർ വെച്ച് നമ്മൾ വെൽഡ് ചെയ്ത് റെഡിയാക്കി എടുത്തേക്കാണ്. നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് വെൽഡ് ചെയ്യിപ്പിച്ചൂലേ? ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തിട്ട് അവരെ കൊണ്ട് ഞങ്ങൾ നിന്ന് വെൽഡ് ചെയ്യിപ്പിച്ചെടുത്തു. പിന്നെ ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന സംഭവം എന്താ? ഇത് നമ്മൾ ചെയ്തേക്കുന്നത് ഫൈബറാണ്. ഫൈബർ ഗ്ലാസ് ചെയ്തിട്ടുള്ളതാണല്ലേ? ഫൈബർ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഹാൻഡ് മെയ്ഡ് ചെയ്ത് എടുത്താണ്. ഫൈബർ ഗ്ലാസ് മേടിച്ച് ഞങ്ങൾ തന്നെ കസ്റ്റമായിട്ട് സെറ്റ് ചെയ്ത് മോൾഡ് ഉണ്ടാക്കി ഡിസൈൻ വരച്ച് സെറ്റ് ചെയ്തെടുത്താണ് ഈ ഫൈബർ ഗ്ലാസ് മൊത്തം. ഓക്കെ. പിന്നെ ഇത് 2 മോട്ടർ വരുന്നുണ്ട് അല്ലേ? അതെ അതെ, 2 BLDC മോട്ടർ വന്നത്. 2000 വാട്സിന്റെ ഒരു മോട്ടർ. ഒരെണ്ണത്തിന് 72 വോൾട്ട് ആണ് വന്നത്. ഓക്കെ. ബാറ്ററി അപ്പോൾ ഇതിൽ എത്ര ഉണ്ട്? ബാറ്ററി 6 സെൽസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. എന്ന് പറയുമ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി യൂസ് ചെയ്തേക്കുന്നത്. ലെഡ് ആസിഡ് ജെൽ ബാറ്ററി യൂസ് ചെയ്തേക്കുന്നത്. അത് ഒരെണ്ണം 12 വോൾട്ട് 28 ഏജ് ആണ് ബാറ്ററി. അതങ്ങനെ സീരീസിൽ 6 എണ്ണം ചെയ്തു. ഹെഡ് ലൈറ്റ് ഒക്കെ നമ്മുടെ വണ്ടികളുടെ ഫോഗ് ലാമ്പാന്ന് തോന്നുന്നുണ്ടല്ലേ? കസ്റ്റമായിട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ. അല്ല ബ്രദർ, ഇങ്ങനെ കുറെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താ സംഭവം? ആക്ച്വലി ഇതെന്ന് പറയുന്നത് നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ മോഡലിൽ നമ്മളത് ചെയ്തിട്ടില്ല. നമ്മുടെ ട്രൈക്ക് എന്ന് പറയുന്ന മോഡലാണ് അതുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഈ ഡ്രൈവിൻ്റെ അകത്ത് റിവേഴ്സ് വരുന്നില്ല. അപ്പോൾ റിവേഴ്സിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ചെയ്തതാണ്. പിന്നെ ഇത് ഓണ്, പിന്നെ നമ്മൾ ഹസാർഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇൻഡിക്കേറ്റർ, പിന്നെ ഹെഡ്ലൈറ്റും ഉണ്ട്. അതങ്ങനെ ഒറ്റയ്ക്ക് കത്തും ഒക്കെ ചെയ്യൂലേ? ഡിമ്മും ബ്രൈറ്റുമായിട്ട്. വൈറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ? നമുക്ക് കസ്റ്റമായിട്ട് എന്തെങ്കിലും മാറ്റാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിന് നമുക്കെല്ലാം കസ്റ്റമായിട്ട് ചെയ്യണോണ്ട് നമ്മുടെ ഇഷ്ടത്തിന് എല്ലാം മാറ്റാനൊക്കെ പറ്റൂലേ? പിന്നെ നമുക്കൊരു സെൻട്രൽ ലോക്കും വരുന്നുണ്ട്. അതായത് വണ്ടി നമ്മൾ വെച്ചിട്ട് പോകുമ്പോൾ നമുക്ക് ലോക്ക് ചെയ്തിട്ട് പോകാം. ആരെങ്കിലും ത്രോട്ട് കൊടുത്താൽ തന്നെ അത് റെസ്പോണ്ട് ചെയ്യും. ബ്രോ, ഇതിൽ കുറെ ഷോക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിൽ എന്തോരം ഷോക്കപ്പുകൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്? ഷോക്കപ്പ് നമ്മളിപ്പോൾ നോർമലായിട്ട് ആക്ഷനായിട്ട് 2 ഷോക്കപ്പാണ് കൊടുത്തത്. ഫ്രണ്ടിൽ 2 പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മൾ ഡാമ്പിങ് കിട്ടാൻ വേണ്ടി 2 ഷോക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഡാമ്പിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ആക്ഷൻ കൂടുതലാണ്. ഡാമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് സ്റ്റേബിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ 2 ഷോക്ക് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ. ബാക്കിലും ഷോക്കപ്പ് ഉണ്ട് അല്ലേ?
ഇതിന്റെ ടയറിന് ഫ്രണ്ടും ബാക്കും തമ്മിൽ വല്ല ഡിഫറൻസ് ഉണ്ടോ? സൈസ് വ്യത്യാസമുണ്ട്. കാര്യം എന്ന് വെച്ചാല് ബാക്കിലെ സൈസ് അല്ല, ഫ്രണ്ടില് സൈസ് ചെറുതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വീൽസ് എടുത്ത് ചെയ്തപ്പോ നമുക്ക് ഈ ഒരു വീലാണ് അവൈലബിൾ ആയിട്ട് ഉണ്ടായുള്ളൂ. ഇത് ശരിക്ക് ഒന്നും കൂടി ഈ വണ്ടിക്ക് ഹൈറ്റും കാര്യങ്ങളും സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപകാരപ്പെട്ടു. അതുകൊണ്ട് ആ വീല് ചെറിയ സൈസാണ്. ഇതിന്റെ ഡിസൈൻ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്തതാണോ? ഇത് സ്ക്രാപ്പിന്ന് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് തുടങ്ങിയതാ. ഞങ്ങൾ പിന്നെ ഈ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇത് ട്രെല്ലിസ് എന്ന് പറയുന്ന ഒരു മോഡലായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഡിസൈൻ തന്നെ ഡ്യൂക്ക് അതുപോലത്തെ സൂപ്പർ ബൈക്കുകളൊക്കെ സ്ട്രക്ചറൽ സ്ട്രെങ്ത് തന്നെ ഡിസൈൻ ആണ്. നമുക്ക് കുറച്ച് ഫ്രെയിംസിൽ വണ്ടിക്ക് കൂടുതൽ ബലം കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതെന്താ സംഭവം ബ്രോ? ഈ സാധനം തൊട്ട് ഒരു സാധനം ചുവപ്പ് കളറിൽ വെച്ചിട്ടുള്ള അത് ഞങ്ങൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ ചെയ്തത്. ഓക്കെ, അത് ആവശ്യമില്ല, നമ്മള് വെറുതെ കൊടുത്തു മാത്രല്ലേ? ഓക്കെ. പിന്നെ ഇത് നമ്മുടെ ഈ ബസ്സിന്റെ ഒക്കെ ബോർഡിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കാല് വെക്കുന്ന ആ ഒരു സ്ഥലത്ത് അലുമിനിയം ആണല്ലോ അത്. ബ്രോ, അപ്പൊ ഇതിന്റെ ഡിഫറൻഷ്യൽ ഒക്കെ എങ്ങനെയാ വരുന്നത്? അതായത് നമ്മുടെ ഈ ടയർ ഫുള്ള് സെൻസേർഡ് ആണ്. അതിനകത്തൊരു ഹോൾ സെൻസർ വരുന്നുണ്ട്. ഹോൾ സെൻസർ, ആ സെൻസർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് ത്രോട്ടിന്റെ കൺട്രോളും കാര്യങ്ങളെല്ലാം പോകുന്നത്. പിന്നെ ഇതിന്റെ പൊസിഷൻ സ്പീഡ് അനുസരിച്ചിട്ടാണ് ഇതിലോട്ട് എത്ര കറണ്ട് വരണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അത് ഡ്രൈവിലോട്ട് സിഗ്നൽ കൊടുക്കുന്ന അതുവരെയാണ്. അങ്ങനെയാണ് ഡിഫറൻഷ്യൽ വർക്ക് ചെയ്യുന്നത്. അല്ല ബ്രോ, ഇത് എങ്ങനെ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? സീറ്റ് ഊരാൻ പറ്റൂല? ഊരാൻ പറ്റും. ഇതാണ് നമ്മുടെ ചാർജിങ്ങിന്റെ മെയിൻ പോർട്ട് വരുന്നത്. നമ്മുടെ സാധാരണ ഈ ബാറ്ററി സ്കൂട്ടികളൊക്കെ ചെയ്യുന്ന മാതിരി ചാർജ് ചെയ്യാൻ പറ്റൂല? ചാർജ് ചെയ്യാൻ പറ്റില്ല. ചാർജ് ചെയ്യാൻ. പിന്നെ ഇതാണ് അതിന്റെ ചാർജർ വരുന്നത്, നമ്മുടെ റെഡിമെയ്ഡ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു MCB വെച്ച് കട്ട് ഓഫ് വരുന്നുണ്ട് ഇവിടെ. നമ്മുടെ സാധാരണ ഇലക്ട്രിക് വണ്ടികളിൽ വരുന്ന പോലെ തന്നെ ഒരു കട്ട് ഓഫ്. പിന്നെ 12 വാൾട്ടിന്റെ കട്ട് ഓഫ്. ബാക്കി ലൈറ്റും കാര്യങ്ങളുടെ ലൈറ്റിന്റെ. ഓക്കെ, പിന്നെ ഇങ്ങനെയാണല്ലേ ചാർജ് ചെയ്യണം. സ്പെക്സ് ഒന്നും പറഞ്ഞാൽ നിങ്ങൾ വെറുതെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം, എങ്ങനെയുണ്ട് ഇതിൻ്റെ പവറും കാര്യങ്ങളും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വണ്ടി ഞാനും ഓടിക്കാൻ പോകുന്നത് കേട്ടോ. ഇങ്ങോട്ട് ഓടിക്കണം. കാട്ടിപ്പോയി ഗൈസ്. കഷ്ടകാലം എന്ന് പറയാലോ. അതിൻ്റെ ബ്രേക്ക് പോയി. ഫ്രണ്ടിൽ ഹൈവേ ആയിരുന്ന കാരണം അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ സൈഡിലേക്ക് ഒതുക്കിയതാണ്. പക്ഷെ പിടിച്ചിട്ട് കിട്ടിയില്ല. നേരെ പോയിട്ട് മരത്തുമോട്ട് ഇടിച്ചുവിട്ടെ. എന്തോ ഭാഗ്യമൊന്നും പറ്റിയില്ല. പിന്നെ എനിക്ക് ടെൻഷൻ ആയിട്ടാണ്. അപ്പം പിന്നെ അവരോട് പറഞ്ഞു നിങ്ങൾ ഓടിച്ച് കാണിച്ചാൽ മതി, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നിട്ട് ഞാൻ പിന്നെ ക്യാമറ ഹാൻഡിൽ ചെയ്യാനായിട്ട് പോയി. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാരെ നമുക്ക് ഓടിച്ച് കാണിച്ചു തന്നുട്ടെ. ഇതെങ്ങനെ ഓടിക്കുക അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നു. ബ്രേക്ക് പോയതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ പിടിച്ച് നിർത്തായിരുന്നു ചെയ്തിരുന്നത്. കുറച്ച് റിസ്ക് ആയിരുന്നു, എന്നാലും ഞങ്ങൾ ചെയ്തു അത്. ഞാൻ വെറുതെ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ തന്നെ കണ്ടാൽ ഇനി കുറച്ച് വണ്ടിയുടെ കുറച്ച് വീഡിയോസും ഇത് ഓടിക്കുന്ന വീഡിയോസൊക്കെ ഇട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് വീഡിയോ നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ വല്ല മോഡലുകൾ വേണം, വല്ല പ്രൊജക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു പേജ് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇവരിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇവർ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. അവർ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കയറി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും പ്രൊജക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഡെൽറ്റ കസ്റ്റംസ് എന്ന് പറയുന്ന ഈ പേജിലും മെസ്സേജ് ചെയ്യാൻ അവർ സെറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ടു ഡെനി ദ മേക്കർ. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങളുടെ ആരെങ്കിലും ഇതേപോലത്തെ വല്ല പ്രൊജക്റ്റുകൾ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ബൈ.